അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ഷമ ഒരു സ്വഭാവ ഗുണമാണെന്ന് പലരും പറയുന്നു. തീർച്ചയായും അത് യാഥാർത്ഥ്യമാണ്. ഒരു ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണമെന്ന നിലയിൽ അത് സമഗ്രത, ബഹുമാനം, വിശുദ്ധി എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഉയർന്ന ധാർമ്മിക മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നു. മുസ്ലിങ്ങളായ നമ്മളിത് മനസ്സിലാക്കുന്നത് ഖുർആനിൽ നിന്നാണ്. ഖുർആനിൽ നിരവധി ആയത്തുകളും സൂറത്തുകളുമുണ്ട്. അവിടെ ക്ഷമ എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമായി പരാമർശിക്കപ്പെടുന്നു. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ക്ഷമ എത്രത്തോളം പ്രധാനമാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നമ്മെ നിരവധി പരീക്ഷണങ്ങളിലൂടെ പരീക്ഷിക്കും. നാം ജനിച്ച ദിവസം മുതൽ മരിക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന നിരവധി ക്ലേശങ്ങൾ നാം അഭിമുഖീകരിക്കുന്നു. ചെറുപ്പത്തിൽ നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ വിജയിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടുന്നു. നമ്മൾ പക്വത പ്രാപിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കരിയറിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരും. അത്തരം പ്രയാസകരമായ സമയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന് തന്നെ ചാഞ്ചാട്ടമുണ്ടായേക്കാം. എന്നാൽ ക്ഷമയോടെ നാം നേരിടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിഫലം ലഭിക്കാതെ പോകില്ലെന്ന് അള്ളാഹു തന്നെ വാഗ്ദാനം ചെയ്യുന്നു. ഖുർആനിൽ അള്ളാഹു പറയുന്നത് പോലെ, ക്ഷമയോടെ ഇരിക്കുക, സജ്ജനങ്ങളുടെ പ്രതിഫലം അള്ളാഹു നിഷേധിക്കുകയില്ല. കൂടാതെ ഖുർആൻ വീണ്ടും പറയുന്നു, അതിനാൽ തീർച്ചയായും ബുദ്ധിമുട്ടുകൾക്കൊപ്പം ആശ്വാസമുണ്ട്. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ചിലപ്പോൾ ക്ഷമയെ പരിപാലിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിടണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചും നമ്മെ കാത്തിരിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും നാം എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം. പ്രവാചകന്മാരെയും അവരുടെ ഭൂമിയിലെ ജീവിതകാലത്ത് അള്ളാഹു പരീക്ഷിച്ചു. ആദം നബി അലൈഹി സ്വലാമിനെ നിഷിദ്ധമായ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ പിശാച് പ്രലോഭിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹവും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പുറത്താക്കപ്പെട്ടു. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ വിഗ്രഹാരാധകരായിരുന്നു. അവരോട് അദ്ദേഹം വിശ്രമമില്ലാതെ പ്രബോധനം നടത്തി. ഒടുവിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പേടകം നിർമ്മിച്ച് അദ്ദേഹവും ഭാര്യയും മക്കളും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിമരിക്കുന്നത് കാണുകയും ചെയ്തു. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ആർക്കെങ്കിലും പ്രയോജനം ചെയ്യാനോ ഉപദ്രവിക്കാനോ കഴിയില്ലെന്നും ആരാധനയ്ക്ക് യോഗ്യമല്ലെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇബ്രാഹിം നബിയെ ചുട്ടരിക്കാൻ ശ്രമിച്ചു. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സ്വന്തം സഹോദരന്മാർ കൊല്ലാൻ പദ്ധതിയിട്ടു. ഈജിപ്ഷ്യൻ അടിമച്ചന്തയിൽ പോലും അദ്ദേഹത്തെ അവർ വിറ്റു. എന്തിനേറെ, കടലിൽ കുടുങ്ങിപ്പോയ യൂനുസ് നബി അലൈഹി സ്വലാമിനെ ഒരു മത്സ്യം വിഴുങ്ങി. കൂടാതെ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നിരവധി പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നു. അദ്ദേഹം തൻ്റെ മക്ക നഗരം വിട്ടുപോകാൻ നിർബന്ധിതനായി. അനുചരന്മാരും സുഹൃത്തുക്കളും പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ടു. എണ്ണമറ്റ വധഭീഷണികൾ ലഭിച്ചു. ആളുകൾ മുത്തുനബിയോട് മോശമായി പെരുമാറി. എന്നിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രശ്നങ്ങളെയും ക്ഷമയോടെ നേരിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം തളർന്നില്ല. ഈ പരീക്ഷണങ്ങളിലെല്ലാം പ്രവാചകന്മാർ ക്ഷമയോടെ നിലയുറപ്പിച്ചു. വാസ്തവത്തിൽ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അവർ ക്ഷമ നേടി. കാരണം അവരുടെ ഈമാൻ ഉരുക്കുപോലെ ശക്തമാണ്. മാത്രമല്ല അള്ളാഹു തങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. നമുക്ക് കാണാനാകുന്നത് പോലെ ക്ഷമ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കണം. പ്രയാസകരമായ സമയങ്ങളിൽ പോലും നാം ക്ഷമയോടെ കാത്തിരിക്കുകയും അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളെ സ്വീകരിക്കുകയും വേണം. എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ പരീക്ഷിക്കപ്പെടുന്നു. നാം എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം. അള്ളാഹു എപ്പോഴും ക്ഷമയുള്ളവരോടൊപ്പമുണ്ട്. ഈ ഹദീസ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ പിതാവ് സഅദ് ബിൻ അബി വഖാസ് ചോദിച്ചതായി മുസ്അബ് ബിൻ സഅദ് റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ദൂതരെ, ഏതൊക്കെ ആളുകളെയാണ് ഏറ്റവും കഠിനമായി പരീക്ഷിക്കുന്നത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്മാർ. പിന്നെ അടുത്തത് ഏറ്റവും മികച്ചതും അടുത്ത മികച്ചതുമായ ആളുകൾ. ഒരു വ്യക്തി അവൻ്റെ മതപരമായ പ്രതിബദ്ധത അനുസരിച്ച് പരീക്ഷിക്കപ്പെടുന്നു. അവൻ തൻ്റെ മതപരമായ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവനെ കൂടുതൽ കഠിനമായി പരീക്ഷിക്കും. മതപരമായ പ്രതിബദ്ധതയിൽ അവൻ ദുർബലനാണെങ്കിൽ അവൻ്റെ പ്രതിബദ്ധത അനുസരിച്ചായിരിക്കും അവൻ്റെ മേലുള്ള നിരീക്ഷണം. ഞങ്ങളുടെ നാഥ, ക്ഷമയും സ്ഥിരതയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.